ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഖബറിലെ 3 ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയാൻ എന്ന് പഠിക്കാൻ വേണ്ടി അതിൻ്റെ വിജ്ഞാനങ്ങൾ. മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ്? മാ നബിയുക്ക, നിന്റെ നബി ആരാണ്? മൻ നബിയുക്ക, നിന്റെ നബി ആരാണ്? മാ ദീനുക്ക, നിന്റെ ദീനെന്താണ്? അപ്പോൾ അതൊക്കെ മറുപടി പറയണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചും അവൻ എങ്ങനെ ആരാധന ചെയ്യണമെന്നതിനെക്കുറിച്ചും ശിർക്കിനെക്കുറിച്ചുമൊക്കെ വ്യക്തമായി നമുക്ക് അതിൻ്റെ വിജ്ഞാനമുണ്ടെങ്കിൽ മറുപടി പറയാൻ പറ്റുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. ആ ആദ്യത്തെ ചോദ്യത്തിൻ്റെ മറുപടിൻ്റെ വിജ്ഞാനങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കടലാസിൽ 1000 വട്ടം എഴുതി പ്രാക്ടീസ് ചെയ്യുക. മൻ റബ്ബുക്ക അല്ലാഹ്, മൻ നബിയുക്ക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ദീനുക്ക ഇസ്ലാം. എന്നാലും ഖബറിൽ മറുപടി പറയാൻ കഴിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം അതിന് അള്ളാഹുവിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചും ഈ ദീനിനെക്കുറിച്ചും അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി നമുക്ക് വിജ്ഞാനമുണ്ടായാലേ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മൾ ആരാധനയുടെ ഇനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അൽ ഇസ്തിയാദയാണ് ചെയ്യുന്നത്. അൽ ഇസ്തിയാദ എന്ന് പറഞ്ഞാൽ അഭയം തേടുക, അതിൻ്റെ തെളിവ്. വദലീലുൽ ഇസ്തിയാദത്തി ഖൗലുഹു തആല ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്. അൽ ഇസ്തിയാദക്കുള്ള തെളിവ് അള്ളാഹു പറഞ്ഞത്, ഞാൻ പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു. ഇത് സൂറത്തുൽ ഫലഖ് 113 അധ്യായം 1 വചനം. അൽ ഇസ്തിയാദ അള്ളാഹുവിൽ അഭയം തേടലാണ്. അൽ ഇസ്തിയാദ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന് നമുക്ക് സംരക്ഷണം തരുന്നുവോ അങ്ങനെ അവന് അത് നീക്കാനുള്ള കഴിവുണ്ട്. അവനോടാണ് നമ്മൾ ഇസ്തിയാദ ചെയ്യുക. അതിനാണ് ഇസ്തിയാദ എന്ന് പറയാം. ഈ ഇസ്തിയാദ അത് ആരാധനയുടെ ഒരു ഇനമാണ്. ഇസ്തിയാദ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് തേടൽ അനുവദനീയമല്ല. അതുകൊണ്ട് ആരെങ്കിലും ഇസ്തിയാദ ഖബറിനോടോ വിഗ്രഹത്തോടോ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത എന്തിനോടും തേടിയാൽ അവൻ മുശ്രിക്കാണ്, അവൻ വലിയ ശിർക്ക് ചെയ്തു. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബി റിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. തീർച്ചയായും മനുഷ്യരിലുണ്ട് ചിലർ, അവർ ജിന്നുകളോട് അഭയം തേടുന്നു. അങ്ങനെ ആ ജിന്നുകൾ ആ മനുഷ്യർക്ക് പാപവും അവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. ഇത് സൂറത്തു ജിന്ന് 72 അധ്യായം 6 വചനമാണ്. അജ്ഞതയുടെ കാലത്ത് അറബികൾ ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ അവർ പറയും, ഞാൻ ഈ താഴ്വരയുടെ ഉടമസ്ഥനോട് ഞാൻ അഭയം തേടുന്നു എന്ന്. അതിനർത്ഥം വലിയ ജിൻ. അവൻ ആ നാട്ടിലെ വിഡ്ഢികളായ ജനങ്ങളുടെ തിന്മകളിൽ നിന്ന് രക്ഷ കിട്ടാൻ അവൻ ജിന്നിനോട് അഭയം തേടുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അസത്യമാണെന്നും അങ്ങനെ അള്ളാഹു നിയമമാക്കിയത് പറയുകയും ചെയ്തു. മൻ നസല മൻസിലൻ ഫഖാല അഊദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് ലം യദുർറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക്. ആരെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ അവൻ പറയുകയും ചെയ്താൽ, ഞാൻ
അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വാക്കിൽ അഭയം തേടുന്നു. അവൻ സൃഷ്ടിച്ച സൃഷ്ടിയുടെ ഷർറിൽ നിന്ന്. അങ്ങനെ പറയുമ്പോൾ അവനെ യാതൊരു ദോഷവും ബാധിക്കൂല. അവൻ ആ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നത് വരെ. അതുകൊണ്ട് ശരിയായത് പറയുന്നത് അൽ ഇസ്തിയാദ എന്നത് അത് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വാക്കുകൾ കൊണ്ട് അഭയം തേടലാണ്. ജിന്നിനോടല്ല ഇസ്തിയാദ് ചെയ്യേണ്ടത്. അള്ളാഹു പറഞ്ഞു, ഖുൽ അഊദു ബി റബ്ബിൽ ഫലക്, പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. അൽ ഫലക്ക് എന്ന് പറഞ്ഞാൽ പ്രഭാതം, രാവിലെ. പ്രഭാതത്തിൻ്റെ രക്ഷിതാവ് അള്ളാഹു ആണ്. അത് അള്ളാഹു പറഞ്ഞു, ഫാലിക്കുൽ ഇസ്ബാഹ, അവൻ പ്രഭാതത്തെ പിളർക്കുന്നവനാണ്. അർത്ഥം, അവനാണ് വെളിച്ചത്തെ പ്രത്യക്ഷമാക്കുന്നത്. പ്രഭാതത്തിൻ്റെ വെളിച്ചത്തെ രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷമാക്കുന്നത്. അവനല്ലാതെ, അള്ളാഹുവിനല്ലാതെ ആർക്കാണ് അത് കഴിയുക? ഖുൽ അഊദു ബി റബ്ബിൽ ഫലക്, പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. അതിനർത്ഥം പ്രഭാതത്തിൻ്റെ രക്ഷിതാവ് അവനാണത് പുറത്തു കൊണ്ടുവരുന്നത്. അവനാണ് അതിന് ശക്തിയുള്ളത്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിൻ്റെ തിന്മയിൽ നിന്ന്. ഇത് സൃഷ്ടികളുടെ എല്ലാ തിന്മകളും പെടും. അവൻ അഭയം തേടുന്നു അള്ളാഹുവിനോട് എല്ലാ സൃഷ്ടികളുടെയും തിന്മയിൽ നിന്ന്. അഭയം തേടാൻ നിനക്കിത് മതിയാകും. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുട്ടാകുമ്പോൾ അതിൻ്റെ തിന്മയിൽ നിന്ന്. അൽ ഗാസിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുട്ടാണ്. കാരണം മൃഗങ്ങളും ഇരകൾക്ക് വേണ്ടി പോകുന്ന മൃഗങ്ങളും അവർ രാത്രിയുടെ ഇരുട്ടിലാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് അപകടം സംഭവിക്കാം. അതുകൊണ്ട് നീ അള്ളാഹുവിൽ അഭയം തേടണം, ഈ ഇരുട്ടിൻ്റെ തിന്മയിൽ നിന്നും അതിൽ നിന്ന് ഉപദ്രവിക്കുന്ന വസ്തുക്കളിൽ നിന്നും. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ തിന്മയിൽ നിന്നും. ഷർറിൽ നിന്നും. ഇത് മാന്ത്രികന്മാരാണ്. നീ മന്ത്രവാദത്തിൽ നിന്ന് അഭയം തേടുന്നു, അതിൻ്റെ ആളുകളിൽ നിന്നും. കാരണം മന്ത്രവാദം വലിയൊരു തിന്മയാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും അഭയം തേടുന്നു. അൽ ഹാസിദ് എന്ന് പറഞ്ഞാൽ അവൻ മറ്റൊരുവൻ്റെ അനുഗ്രഹങ്ങളെ നീക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവനൊരു അനുഗ്രഹം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അവനൊരു അനുഗ്രഹം കാണുകയാണെങ്കിൽ അവൻ കുപിതനാകുന്നു. അങ്ങനെ അവൻ ആ അനുഗ്രഹം നീക്കിക്കളയാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ അസൂയ മൂലം. അള്ളാഹുവിൽ അഭയം തേടുന്നു. ഇത് ഏറ്റവും വലിയ ആക്ഷേപകരമായ ഒരു സ്വഭാവമാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ വിധിക്കെതിരെ പ്രവർത്തിക്കലാണ്, സൃഷ്ടിയെ ഉപദ്രവിക്കലും. ഇതിൽപ്പെട്ടതാണ് ഒരാളെ കണ്ണേറ് ചെയ്യുക. അവനെ മറ്റൊരാളെ നോക്കുന്നത് അവനെ ഉപദ്രവിക്കാനാണ്. കാരണം അവനെ കണ്ണേറ് കൊണ്ട് ഉപദ്രവിക്കുന്നത് ഒരു തരം അസൂയയാണ്. അതുകൊണ്ട് നീ അള്ളാഹുവിനോട് ഇങ്ങനത്തെ എല്ലാവിധ ഷർറിൽ നിന്നും, തിന്മകളിൽ നിന്നും അഭയം തേടണം. ഇത് തെളിയിക്കുന്നത് അൽ ഇസ്തിയാദ, അള്ളാഹുവിൽ അഭയം തേടുന്ന, അതൊരു
ആരാധനയുടെ ഇനമാണ്, ആരാധനയുടെ കർമ്മമാണ്. അതുകൊണ്ട് അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നത് അനുവദനീയമല്ല. അത് സൃഷ്ടികളോട് തേടാൻ പാടില്ല, അഭയം തേടാൻ പാടില്ല. ആരെങ്കിലും സൃഷ്ടികളോട് അഭയം തേടിയാൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ദർസ് ഇവിടെ നിൽക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അഭയം തേടൽ ആരോടാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. സൃഷ്ടിയോട് അഭയം തേടിയാൽ അത് അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.